ഇവിടെ ഇവര് ആത്മവിശ്വാസത്തിലാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നാ പറയുന്നത്. ഇതാണ് കോൺഗ്രസ്. എന്ത് തോന്നിവാസം ചെയ്താലും അവരുടെ ആത്മവിശ്വാസത്തിനോ അവരുടെ ന്യായീകരണത്തിനോ അവരുടെ കനകൊലു സിദ്ധാന്തത്തിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് അത്രയും തൊലിക്കട്ടി എന്നാണ് ഞങ്ങളും ജനവും ഒക്കെ പറയാ. അത് വഴിയേ അറിഞ്ഞോളൂ. തൂണിന്റെയോ തുരുമ്പിന്റെയോ പിന്തുണ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. കാരണം ഒരർത്ഥത്തിലും അയാളെ പിന്തുണയ്ക്കാൻ ഈ പാർട്ടി തയ്യാറല്ല. ആ നിലപാട് ഞങ്ങൾ എടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ എതിർപക്ഷത്തെ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടും, അത് കമ്പയർ ചെയ്യപ്പെടും. ഇന്ന് ഒരു കപ്പ് ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കപ്പ് ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു PR എക്സർസൈസ് നടത്തിയല്ലോ. എന്താണ് ആ കപ്പിൽ എഴുതിയത്? ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ആരാണ് ആ കപ്പ് എടുത്തു കൊടുത്തത്? കപ്പ് അദ്ദേഹത്തിന് ചായയായി എടുത്തു കൊടുത്തത് M. മുകേഷ് MLA. കപ്പിലേക്ക് ചായ ഊറ്റി വളരെ സ്നേഹത്തോടു കൂടി ചായ ഊറ്റി കൊടുത്തത് P. ശശിയാണ്. ആ ചായക്ക് കാപ്പിപ്പൊടി മേടിക്കാൻ പോയത് ആരാണെന്ന് അറിയാമല്ലോ? മൂന്നാറിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ്. ചായ എങ്ങനെ ഉണ്ടായിരുന്നു CMA, കൊള്ളാമായിരുന്നോ എന്ന് ചോദിച്ചത് ഗോപി കോട്ടപ്പുറക്കിലാണ്. ഫോട്ടോ എടുത്തത് PK ശശിയാണ്. അങ്ങനെ ഒരു ഡസൻ നേതാക്കൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തി അവരുടെ കൂടി ഇരുന്ന് ചായ കുടിച്ച് അർമാദിച്ചിട്ട് സ്വന്തം കൂട്ടത്തിൽ ആരെ നിർത്തിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്? അതായത് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സ്വന്തം കണ്ണിലെ തടി എടുത്തിട്ട് വേണം അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകാൻ. ഇത് കരടാണോ തടിയാണോ എന്നുള്ളത് പിന്നീട് വ്യക്തമാക്കപ്പെടട്ടെ. പക്ഷേ ആ തടി എടുത്തു മാറ്റാൻ കൂടി മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്. RDP തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം?